ഈ വരുന്ന 2021 മെയ് മാസത്തിന് മുൻപ് നടക്കുവാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ പേര് ചേർക്കുന്നതിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ അഥവാ nvsp.in എന്ന ആ സൈറ്റിൽ പ്രവേശിച്ചുകൊണ്ട്, അതായത് ഈ കാണുന്ന സൈറ്റിൽ പ്രവേശിക്കുക. തുടർന്ന് നമ്മുടെ പേര് ഈ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും താഴ്ഭാഗത്തായി ഡോണ്ട് ഹാവ് അക്കൗണ്ട് രജിസ്റ്റർ ആസ് എ ന്യൂ യൂസർ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമ്പരും ഈ ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് ഒരു OTP നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്നതിന് വേണ്ടി സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് നമുക്ക് OTP ലഭ്യമായി കഴിഞ്ഞാൽ ആ OTP സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യൂസർ നെയിം അഥവാ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പരും തുടർന്ന് പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ nvsp.in എന്ന പോർട്ടലിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും. തുടർന്ന് നമ്മൾ ഈ nvsp.in എന്നുള്ള പോർട്ടലിൽ പ്രവേശിച്ചുകൊണ്ട് നാം നേരത്തെ നൽകിയിട്ടുള്ള നമ്മുടെ ഫോൺ നമ്പരും നമ്മുടെ മൊബൈൽ നമ്പരും നമ്മുടെ പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്ത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ ഈ പോർട്ടലിലേക്ക് nvsp.in എന്നുള്ള പോർട്ടലിലേക്ക് നമ്മൾ പ്രവേശിക്കും. വെൽക്കം, വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു എന്ന് ചോദിച്ചുകൊണ്ട് ഫ്രഷ് ഇൻക്ലൂഷൻ ഓർ എൻറോൾമെൻറ്റ്, ഫ്രഷായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാണ് എങ്കിൽ ആദ്യത്തെ ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. മൈഗ്രേഷൻ ടു അനദർ പ്ലേസ്, ഒരു സ്ഥലത്തേക്ക് മാറ്റമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മൾ രണ്ടാമത്തെ മൈഗ്രേഷൻ ടു അനദർ പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻ വോട്ടർ പട്ടികയിൽ വരുത്താനാണ് എങ്കിൽ മൂന്നാമത്തെ കറക്ഷൻ ഇൻ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കാനാണ് ആരുടെയെങ്കിലും എങ്കിൽ ഡിലീഷൻ ഓഫ് എൻറോൾമെൻറ്റ് സെൽഫ് ഓർ ഫാമിലി, സ്വന്തമായിട്ടോ അല്ലെങ്കിൽ കുടുംബ അംഗങ്ങളുടെയോ പേര് ഒഴിവാക്കാനാണ് എങ്കിൽ ഈ നാലാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റീപ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, നിലവിലുള്ള ഫോട്ടോ ID കാർഡിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുക, റീപ്ലേസ് ചെയ്യാനാണ് എങ്കിൽ ഈ അഞ്ചാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷ ഈ പോർട്ടലിൽ സമർപ്പിക്കാം. ഇനി ആദ്യമായി നമ്മുടെ പേര് ഇൻക്ലൂഷൻ അല്ലെങ്കിൽ എൻറോൾമെൻറ്റിനാണ് എങ്കിൽ ഈ ഓപ്ഷനുകളിലെ ഒന്നാമത്തെ ഓപ്ഷൻ ഫ്രഷ് ഇൻക്ലൂഷൻ ഓർ എൻറോൾമെൻറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ചോദിക്കും. ഐ റിസൈഡ് ഇൻ ഇന്ത്യ ഓർ ഐ റിസൈഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഐ റിസൈഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് നമ്മൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സെലക്ട് സ്റ്റേറ്റ് ഫോം വിച്ച് യു വിഷ് ടു അപ്ലൈ ഫോർ വോട്ടർ ID, ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ വോട്ടർ ID കാർഡ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, നിയമസഭാ മണ്ഡലം ഏതാണ് എന്ന് ചോദിക്കും. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ നിയമസഭാ മണ്ഡലം, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി 140 മണ്ഡലത്തിൽ ഏതാണ് എന്ന്. തുടർന്ന് നമ്മുടെ സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാകും. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക.
തുടർന്ന് നമ്മുടെ വീട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ ലൊക്കാലിറ്റി എന്താണോ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്ട്രീറ്റ്, നമ്മുടെ ടൗൺ, വില്ലേജ്, നമ്മുടെ പിൻകോഡ് എന്നിവ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ I am ordinarily resident at the address given at above since ഒരു ഡേറ്റ് നമ്മളിവിടെ കൊടുക്കുന്നു, സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ എത്ര നാളായി അല്ലെങ്കിൽ ഏത് വർഷം മുതലാണ്, മാസം മുതലാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടും. അതിനുവേണ്ടി നമ്മുടെ ഡോക്യുമെൻ്റ് ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. ആ ഡോക്യുമെൻ്റ് നമ്മൾ ഇവിടെ താമസിക്കുന്നു എന്നുള്ളതിനെ പ്രൂഫായിട്ടാണ്. അത് പാസ്പോർട്ടാകാം, ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, ബാങ്ക്, കിസാൻ, പോസ്റ്റ് ഓഫീസ് കറണ്ട് പാസ്ബുക്ക് ആകാം, റേഷൻ കാർഡ് ആകാം, ഇൻകം ടാക്സ് അസസ്മെൻറ്റ് ഓർഡർ ആകാം, റെൻ്റ് എഗ്രിമെൻ്റ് ആകാം, വാട്ടർ ബിൽ, ടെലിഫോൺ ബിൽ, ഇലക്ട്രിസിറ്റി ബിൽ, ഗ്യാസ് കണക്ഷൻ ബിൽ, പോസ്റ്റ് ലെറ്റർ മെയിൽ ഡെലിവേർഡ് ത്രൂ ഇന്ത്യൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴി നമുക്ക് ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റൽ ലെറ്റർ, മെയിൽ എന്തെങ്കിലും ആകാം. അതേതാണ് എന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് അത് ആ ഫയല് ചൂസ് ഫയൽ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ ആ ഫയല് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഫാമിലി മെമ്പറിൻ്റെ ഒരു എപിക് കാർഡ്, ID കാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.